ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ 2 kg വെയിറ്റ് വരുന്ന കേക്കാണ്. പക്ഷേ ഇത് 2 റൗണ്ട് കേക്ക് വെച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റൗണ്ട് കേക്ക് കട്ട് ചെയ്ത് സ്ക്വയർ ആക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2 കിലോ കേക്ക്, അതും 2 റൗണ്ട് കേക്ക് കൊണ്ട് എങ്ങനെ 2 kg സ്ക്വയർ ആക്കാന്നുള്ളത് ഒരു പുതിയ കട്ടിങ്ങും പേസ്റ്റിങ്ങും ആണ് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പോൾ എന്താണെന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഫോളോ ചെയ്യാത്തവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്, പുതിയ ഐഡിയാസൊക്കെ കാണിച്ചു തരാനായിട്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ 2 റൗണ്ട് കേക്കിന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ഇത് ഈ 2 സൈഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തിനപ്പോൾ 2 സൈഡ് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കണ്ടില്ലേ, ഒരു ബട്ടർഫ്ലൈ കേക്കിന് ചെയ്യാൻ പോകുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ബട്ടർഫ്ലൈ കേക്കൊന്നല്ല, ഇത് നമ്മൾ സ്ക്വയർ ആക്കാനാണ് പോണത്. ജസ്റ്റ് ആ കട്ട് ചെയ്ത ഭാഗം ഓപ്പോസിറ്റ് ആക്കി വെച്ചിട്ട് ഇതേപോലെ വെക്കുക കേട്ടോ. അതായത് ആ 2 കട്ട് ചെയ്ത സൈഡും ഇങ്ങനെ അപ്പുറം കൂടെ തല്ലൊക്കെ വെച്ച് കൊടുക്കുക. അതായത് റൗണ്ട് കേക്കിനെ നമ്മൾ 2 സൈഡ് കട്ട് ചെയ്ത് ഇതേപോലെ തിരിച്ച് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ചേരാത്ത പോലെ ഇരിക്കും. കണ്ടില്ലേ? ഇനി ഇതിനെ നമുക്ക് ചെയ്യാലോ, കാണിച്ചു തരാം ഒന്നും കൂടെ. ഇതാ 2 സൈഡ് എടുത്തു, എന്നിട്ട് ഇതാ മുറിച്ച ഭാഗം പുറത്താക്കി വെക്കുക. ആ ചെറിയ ഭാഗങ്ങൾ 2 ഒട്ടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അപ്പുറം സൈഡ് കട്ട് ചെയ്ത സൈഡ് 2 ഇതേ തല്ലക്കിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒരു ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ 2 kg കേക്ക് സ്ക്വയർ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് കേക്ക് ഓർഡേഴ്സ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് റൗണ്ട് കേക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമറുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ സ്ക്വയറൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, 2 kg കേക്ക്. ഇനിയിപ്പോൾ സ്ക്വയർ അല്ല, 2 kg കേക്ക് വന്നു 2 റൗണ്ടുള്ളൂ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഇനി വേറെ ബേക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട. സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാനും പേസ്റ്റ് ചെയ്യാൻ, ഫ്രോസ്റ്റിങ് നമുക്ക് പ്രാവശ്യം ഈ സമയമില്ലാത്ത നേരത്ത് ബേക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയല്ലേ ഈ സമയത്ത് വരുന്ന ഓർഡേഴ്സൊക്കെ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ പുതിയ നല്ല നല്ല ഗ്രൂപ്പുകൾ, കേക്കിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽക്കൊക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ആ കേക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നമ്മുടെ കേക്കും ഡിസൈനും ഒക്കെ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതേപോലത്തെ ഒരു ബട്ടർഫ്ലൈസ് ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ട് ഡെക്കറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും നമുക്ക് കേക്ക് ടേബിളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു അട്രാക്ഷനൊക്കെ വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ 2 ടെഡി ബിയർ, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, അപ്പോൾ നമ്മൾ സിമ്പിളാക്കി കൊടുക്കുന്നത് ഒരു മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫസ്റ്റ് ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 ടെഡി ബിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാപ്പി ബർത്ത് ടോപ്പറും വെച്ചു. പിന്നെ ഗോൾഡ് ബ്ലാക്ക് തീമാണല്ലോ നമ്മൾ ബട്ടർഫ്ലൈസ്, അപ്പോൾ അതുപോലെ തന്നെ പേരും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് കണ്ടപ്പോൾ നമ്മളുടെ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എന്നെയും കൂടെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ഗ്രൂപ്പിൽ എന്നെയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു, ബൈ. Goodbye.